കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 2 Corinthians chapter 12 verse 7 to 10. 7-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം മുതൽ നമ്മൾ വായിക്കും. എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ എന്ന് പറയുന്ന ഭാഗം മുതൽ തുടങ്ങണം. എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ, അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ധന്യനായ പൗലോസ്ലീഹ തൻ്റെ ജീവിത അനുഭവത്തെ കൊരിന്തിലെ സഭയോട് വിവരിച്ചു പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. നിങ്ങളോട് ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ഈ വചനത്തിൽ കൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആരായിരുന്നു പൗലോസ് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനുത്തരം, ഒരു കാലത്ത് സഭയെ മുടിച്ചവൻ, അധികാരപത്രം കരത്തിൽ വാങ്ങിയവൻ, പ്രാർത്ഥിക്കുന്നവൻ്റെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നവൻ, ആലയങ്ങൾക്ക് താഴിട്ട് പൂട്ടിയവൻ, അവനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗത്തിലെ ദൈവം ഒന്ന് പൂട്ടാനിറങ്ങി വന്നു. ദൈവം അവനെ ഒന്ന് പൂട്ടി. അവൻ്റെ കണ്ണിന് അന്ധത നേരിട്ടു. അവൻ ചില ദിവസങ്ങൾ അന്ധനായി പാർത്തു. പിന്നീട് നമ്മൾ പഠിക്കുമ്പം പൗലോസ് ആത്മനിറവിൽ പുറത്തേക്ക് വരിക. അന്ന് തൊട്ട് പൗലോസിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ തുടങ്ങി. സഭയെ ഉദ്ധരിപ്പിച്ചവൻ ധാരാളം ലേഖനങ്ങൾ സഭയ്ക്ക് എഴുതുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു. പൗലോസിൻ്റെ ജീവിത അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങൾ പൗലോസ് കുറിക്കുകയാണ്. ക്രിസ്തുവിലൊരു മനുഷ്യനെ എനിക്കറിയാം. 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗം വരെ പോയി. ശരീരത്തോടെയോ അല്ലാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല. അവിടെ ഉച്ചരിച്ചു കൂടാൻ വയ്യാത്ത ശബ്ദം ഞാൻ കേട്ടു എന്നൊക്കെ പൗലോസ് വിവരിക്കുകയാണ്. ഒത്തിരി ആത്മീക അനുഭവങ്ങളുള്ളൊരു മനുഷ്യനാണ് ധന്യനായ പൗലോസ്ലീഹ. 3-ാം സ്വർഗം വരെ പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവില്ല. എന്നാൽ പൗലോസ് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. ആ പൗലോസ് തൻ്റെ ജീവിതാനുഭവത്തിൽ തനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. അത് വേദപണ്ഡിതാക്കളുടെ നിഗമനമനുസരിച്ച് തനിക്കുണ്ടായ ഒരു ശാരീരിക ബലഹീനതയാണ്. ചിലർ പറയുന്നുണ്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയായിരുന്നു പ്രശ്നം. ചിലർ പറയുന്നുണ്ട് അതല്ല, അവൻ്റെ വീഴ്ചയിൽ അവൻ്റെ തലച്ചോറിന് ക്ഷതമേറ്റെന്ന് പറയുന്നുണ്ട്. വേറെ ചിലർ വേറെ രോഗമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പൗലോസ് പ്രാർത്ഥനയിൽ പൗലോസിന് ആത്മക്കണ്ണുകളോട് വെളിപ്പെട്ട് കിട്ടി. താൻ സഹിക്കുന്ന പ്രശ്നത്തിൻ്റെ പിമ്പിൽ എന്താണെന്ന് പൗലോസ് കണ്ടുപിടിക്കുക. പൗലോസ് കണ്ടുപിടിച്ചപ്പോൾ കണ്ട കാഴ്ച നോക്കിക്കോണേ. സാത്താൻ്റെ ഒരു ദൂതൻ എന്നെ കുത്താനായിട്ട് എനിക്ക് മുമ്പിൽ നിൽക്കുക. ഞാൻ പ്രസംഗം തുടങ്ങുമ്പം തന്നെ ഒരു ദൂത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ സഹിക്കുന്ന ഏതു പ്രശ്നത്തിന് പിമ്പിലും ആ പ്രശ്നത്തിൻ്റെ പിമ്പിലെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാൾ രോഗിയായാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ട ഡോക്ടർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പൾസ് പിടിച്ചു നോക്കും. പിന്നെ നമ്മുടെ BP ചെക്ക്. ആരും ആശുപത്രി പോകാത്തപോലെ എല്ലാം നോക്കിയിരിക്കുന്നു അല്ലേ. പിന്നെ BP ചെക്ക് ചെയ്യും. പിന്നെ ഡോക്ടർ നമ്മളെ ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ പരിശോധിക്കും. എന്നൊക്കെ ചെയ്തിട്ട് നോക്കി. എന്നിട്ടും ഡോക്ടർക്ക് പിടികിട്ടുന്ന ഡോക്ടർ എന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. ബ്ലഡ് ചെക്കപ്പ് എഴുതും. എന്നിട്ടും പിടികിട്ടുന്നില്ലെങ്കിൽ അടുത്ത കാരണം ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം എന്താണെന്ന് ഒരു ഡോക്ടർ കണ്ടുപിടിച്ച് യഥാർത്ഥ ഡോക്ടർ ട്രീറ്റ് ചെയ്യും. അല്ലാതെ നിന്നെ കാണുമ്പോഴേ ഡോക്ടർക്ക് അറിയാവുന്ന 50 ഗുളികയുടെ പേരെഴുതി നിൻ്റെ കയ്യിലൂടെ തന്നു വിടുവല്ല. അങ്ങനെ വന്നാൽ അടക്കം ഉറപ്പാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. രോഗം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കണം. ചിലരൊക്കെ ദൈവത്തിനടുക്കൽ വരുമ്പം എങ്ങനെയും ഒരു വിടുതൽ പ്രാപിച്ചാൽ മതിയെന്നുള്ള ചിന്തയിലാണ് വരുന്നത്.
അങ്ങനെ എങ്ങനെയും ഒരു വിടുതലല്ല. ദൈവം നിനക്ക് വെച്ച അനുഗ്രഹം എന്താണ്, അത് നിന്നിലേക്ക് വരാനുള്ള തടസ്സം എന്താണ്, അത് കണ്ടുപിടിച്ച് ആ തടസ്സത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്റ്റാർട്ടാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് ഈ വചനവെളിപ്പാടിൽ നിന്നുകൊണ്ട് വർഷങ്ങളായിട്ട് നിന്നെ കുഴയ്ക്കുന്ന പ്രശ്നത്തിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി വ്യക്തിയാണോ പിശാചാണോ ദുഷ്പ്രവൃത്തിയാണോ, ഇത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനുവേണ്ടി പ്രാർത്ഥന തുടങ്ങാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, 15-ാമത്തെ വയസ്സിലൊരുത്തിന് പ്രശ്നം തുടങ്ങി, 45-ാമത്തെ വയസ്സ് വരെ പ്രശ്നത്തിൽ കിടന്ന് കുഴഞ്ഞേച്ച് 45-ാമത്തെ വയസ്സിലല്ല പ്രശ്നത്തിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് അവൻ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. 30 വർഷം മുമ്പ് ഹല്ലേലൂയ വലിയ പൈശാചിക ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ട ഒരു ഭവനത്തിൽ വെച്ചാണ് ഞാൻ യേശുവിനെ കണ്ടത്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. പക്ഷേ എൻ്റെ ലൈഫിനോട് പിശാച് പലതരത്തിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ പ്രശ്നത്തെ എനിക്ക് കണ്ടുപിടിക്കാൻ ലഭിച്ചത് 5-ാമത്തെ വർഷമാണ്. 5-ാമത്തെ വർഷം ആ പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് പുറത്തു വന്നു. വീണ്ടും ആ അടുത്ത 5 വർഷത്തിനുള്ളിൽ, അടുത്ത 3-4 വർഷം എൻ്റെ ഓർമ്മയിലില്ല, വീണ്ടും ഞാനൊരു ഡെലിവറൻസ് വാങ്ങിച്ചു. അതിൽ പിന്നാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്റ്റാർട്ടായത്. ഞാൻ തുടർന്ന് പറയുകയാണ്, കാടടച്ച് വെടിവെക്കുവല്ല, ഇന്ന് യഥാർത്ഥ പ്രശ്നത്തെ നമ്മൾ കണ്ടുപിടിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. ഒരു വീടിനകത്തൂടെ ഒരു പാമ്പഴഞ്ഞ് നടക്കുക, ഇരുട്ടത്തെ ഒരു കമ്പെടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്നതിനേക്കാൾ നല്ലത് ആ വീട്ടിലെ സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് കത്തും. കത്തിയാൽ നിൻ്റെ വീട്ടിൽ കൂടെ എഴഞ്ഞു നടക്കുന്ന പാമ്പിനെ നിൻ്റെ കണ്ണിൽ കൃത്യമായി കിട്ടും. ഒരു കമ്പ് കൊണ്ട് കൊടുക്കേണ്ടിടത്ത് അവനൊരു ട്രീറ്റ് കൊടുത്താൽ അവിടം കൊണ്ട് അവൻ അവസാനിച്ചോളും. ഞാൻ നിങ്ങളോട് തുറന്നു പറയുക, ബ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയുടെ ചരിത്രം ബൈബിളിലുണ്ട്. അവൾ വീടെല്ലാം അടിച്ചു മാറുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് അവിടെ വിളക്ക് കത്തിച്ചു. അതിൻ്റെ കാരണം വേണ്ട, എവിടെ നഷ്ടപ്പെട്ടത് അത് തൻ്റെ കണ്ണിൽ തെളിയണം. ഇന്നത്തെ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ്, എത്ര കാലം മുമ്പ് നിനക്ക് കുരുക്ക് വീണോ, ആ കാലത്തിൻ്റെ പിമ്പിൽ നിൻ്റെ കുരുക്കിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് മാനുഷികമാണോ പൈശാചികമാണോ, അത് കണ്ടുപിടിക്കാനുള്ള ആത്മീക വെളിപ്പാട് ഇന്നത്തെ പ്രാർത്ഥനയിൽ നിനക്കുണ്ടാകട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു. നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു. യേശു ഒരിക്കൽ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ഒരു കൂനിയായ സ്ത്രീയെ കണ്ടു. ഇന്ന് വരെ അവൾ കണ്ട എല്ലാ വൈദ്യന്മാരും, ഇന്ന് വരെ അവളെ കണ്ട എല്ലാ നാട്ടുകാരും, ഇന്ന് വരെ അവരെ കണ്ട എല്ലാ ഉപദേശിമാരും അവൾക്ക് പേരിട്ടു കൂനി എന്ന പേര്. പക്ഷെ കർത്താവ് അവളെ നോക്കിയപ്പോൾ പറയുക, ഈ കൂനിൻ്റെ പിൻപിൽ നിങ്ങളുടെ കണ്ണ് കാണാത്ത ഒരു രോഗബന്ധനമുണ്ട്. ആ ബന്ധനം അഴിച്ചു വിട്ടാൽ ഏത് ദേശത്തൂടെ നീ കൂനി നടന്നോ ആ ദേശത്ത് നീ തലപൊക്കി നടക്കും. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവി പറഞ്ഞു തുടങ്ങുക, ഇന്ന് ചില കാരണങ്ങളെ കണ്ടുപിടിക്കണം. നിന്നെ രക്ഷപ്പെടുത്താത്തത് എന്താണ്, നീ എന്താണ് കരകയറാത്തത്, ആ കാരണം ഇന്ന് കണ്ടുപിടിച്ച് 100 വാക്തത്വങ്ങൾ നിനക്ക് ലഭിച്ചിട്ടും ആ വാക്തത്വത്തിൻ്റെ പൂർത്തീകരണം വരാതെ നിന്നെ ഏതോ ഒരു നുകത്തിൻ്റെ കീഴിലിട്ട് ശത്രു ബന്ധിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ആത്മക്കണ്ണ് തുറക്കണം. ആ പ്രശ്നത്തെ നീ കാണണം. എത്ര പേർക്ക് അതിനാമിയും പറയും? ലാസറിൻ്റെ ദീനത്തെക്കുറിച്ച് യേശു കേട്ടപ്പം ഹല്ലേലൂയ, യേശുവിൻ്റെ മറുപടി കേട്ടോണേ. യേശു പറയാ, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവപുത്രൻ ബാക്കി പറ മഹത്വത്തിനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എല്ലാ സംഭവങ്ങൾക്ക് പിൻപിലും ദൈവത്തിന് വെളിപ്പാടുകൾ പകരാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഏറ്റവും അധികം പ്രാർത്ഥിക്കണം. എന്നെ കുഴപ്പിക്കുന്ന പ്രശ്നം എവിടാ, എന്നെ ബ്ലോക്ക് ചെയ്യുന്ന കൈ ഏതാ, എൻ്റെ ഭാവിയെ തടഞ്ഞേക്കുന്ന ശത്രു ഏതാ, അതിന്ന് അഴിച്ചു വിട്ടാൽ നിൻ്റെ ലൈഫിൽ വിടുതലുകൾ സംഭവിക്കും. ആദ്യമേ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതിനൊന്നാമത്തെ പ്രാർത്ഥന, എൻ്റെ തടസ്സത്തെ എനിക്ക് വെളിപ്പെടുത്തി തരാൻ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എന്നോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങളുടെ ചുരുളഴിയാൻ സമയമെടുത്തിരിക്കുക. പക്ഷെ ഏതോ ഒരു അദൃശ്യ കരം നിന്റെ ലൈഫിനെ ഇങ്ങനെ കയറി അള്ളിപ്പിടിച്ചിരിക്കുക. ഇന്ന് ആ പിടി വിടണമെങ്കിൽ നിനക്ക് വെളിപ്പെടണം ഇതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്.
ഓ ഹല്ലേലൂയ. ആമേൻ. അത് ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് വെളിപ്പെടുവെന്നല്ല, ഒരുപക്ഷെ ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോഴായിരിക്കും വെളിപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടും. അത് നിന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകാൻ പോകുകയാണ്. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം പറയാം. 19 വർഷം മാനസികമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞ മാനസിക രോഗത്തിന് ഒരു ദിവസം രാവിലെ 4 ഗുളികയും ഉച്ചയ്ക്ക് ദൈവത്തിന് സ്തോത്രം 2 ഗുളികയും വൈകിട്ട് 6 ഗുളികയും കഴിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. നീണ്ട വർഷങ്ങൾ അദ്ദേഹം രോഗിയാണ്. ഒരു പ്രാർത്ഥനയുടെ നടുവിൽ അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിച്ച ദുഷ്ടശക്തി ഇളകി വീണു. അപ്പം എൻ്റെ കൂടെ നിന്ന നമ്മുടെ വേറൊരു ജീസസ് വോയിസിൻ്റെ ചർച്ചിൽ വേറൊരു ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുക. അപ്പോൾ ഇങ്ങനെ ഭൂതം ഇളകി വീണ ഉടനെ ഹല്ലേലൂയ അവിടെ നിന്ന് ശുശ്രൂഷകന്മാർ എന്നോട് പറഞ്ഞു, അവൻ്റെ അടുക്കലേക്ക് പോകേണ്ട, അവനൊരു ഭ്രാന്തനാണ്. പക്ഷെ ഞാൻ കണ്ട കാഴ്ച, അവനിങ്ങനെ വെട്ടിയിട്ടവർ തടി പോലെ കിടക്കുന്നു. അവൻ്റെ മേൽ നിന്ന് ഒരു അദൃശ്യ രൂപം വെളിപ്പെട്ട് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന കാഴ്ച. ഞാൻ അവരോട് പറഞ്ഞു, അവൻ ഭ്രാന്തനല്ല, അവൻ്റെ മേലൊരു ബന്ധനമുണ്ട്. ചുരുക്കി പറയാം, അന്നാണ് ദൈവദാസന്മാരും പറയുക, ഞങ്ങൾക്കിതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഞങ്ങളെല്ലാം കൂടെ വലയം നിന്ന് പ്രാർത്ഥിച്ചു. ചുരുക്കി പറയാം, അവൻ്റെ മേലെ വ്യാപരിക്കുന്ന ദുർഭൂതം അവനെ വിട്ടുപോയി. ശ്രദ്ധിക്കണം, അന്ന് വൈകിട്ട് ഞങ്ങൾ അവനോട് പറഞ്ഞു, ഇന്ന് നീ ഗുളിക കഴിക്കരുത്, നാളെ നീ ഗുളിക കഴിക്കരുത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടുത്തെ പാസ്റ്ററെ വിളിക്കണം. അവിടുത്തെ പാസ്റ്റർ നമ്പരും അവന് കൊടുത്തു. ചുരുക്കി പറയാം, അനിപ്പാസ്റ്റർ ഇന്ന് പ്രസംഗിക്കുന്നിടം വരെ പിന്നെ അവൻ ഗുളിക കഴിച്ചിട്ടില്ല. അവൻ്റെ ചോദ്യം, നീണ്ട 14 വർഷം എന്നെ ഈ ഗുളിക കഴിപ്പിച്ചത് രോഗമല്ലായിരുന്നല്ലോ, എന്നിൽ വ്യാപരിച്ച ഭൂതമായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ദൂത് പറയാം, കാലപ്പഴക്കത്തിലല്ല പ്രശ്നപരിഹാരം, പ്രശ്നത്തിൻ്റെ തുടക്കത്തിലെ നിന്നെ കുഴച്ചിരിക്കുന്ന ശക്തികളെ ഇന്ന് ജയിക്കണം.